ദരിദ്ര രാജ്യങ്ങൾ ബൗൾ ചെയ്യുന്നു, മൂന്നാം ലോക രാജ്യങ്ങൾ ബാറ്റ് ചെയ്യുന്നു, ബഹുരാഷ്ട്ര കമ്പനികൾ കൈയടിക്കുന്നു. ഇതല്ലേ ക്രിക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ ചില പുതിയ അജണ്ടകൾ നമുക്ക് നൽകുകയാണ്. ആരാണ് ഈ ക്രിക്കറ്റ് ദൈവങ്ങൾ? എവിടെ നിന്നാണ് ഈ സങ്കല്പം നമുക്ക് കിട്ടിയത്? ഒരു രാഷ്ട്രത്തിൻ്റെ ദേശീയതയുമായി ക്രിക്കറ്റ് എങ്ങനെയാണ് കൂടിക്കുഴയുന്നത്? രാജ്യത്തിനു വേണ്ടി സമർപ്പണം ചെയ്യുന്ന ശാസ്ത്രജ്ഞർ, വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വിഷഗ്വരന്മാർ, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയ ദേശാഭിമാനികൾ, അവരെയൊക്കെ ദൈവതുല്യരായി ആരാധിക്കാം. എന്നാൽ പന്തേറുകാർ എങ്ങനെയാണ് ദൈവങ്ങളാകുന്നത്? ക്രീസിൽ നിന്നും പുറത്തു വരുന്ന ഈ ദൈവങ്ങളല്ലേ ബഹുരാഷ്ട്ര കമ്പനികളുടെ സോപ്പും ചീപ്പും ബാത്റൂം ലോഷനുകളും പിടിച്ചുകൊണ്ട് സെയിൽസ്മാൻമാരായി രംഗത്ത് വരുന്നത്? അവരാണോ ക്രിക്കറ്റിലെ നമ്മുടെ ദൈവങ്ങൾ? ഇതിൻ്റെ പിന്നിൽ എന്തെല്ലാം അജണ്ടകളാണുള്ളത്? ഉയർന്നു വരുന്ന ഒരു തലമുറയെ ഒരു മാസ്മരിക ഗെയിമിന് അടിമപ്പെടുത്തി അവരുടെ ചിന്താശേഷിയെ കവർന്നെടുക്കുക, അവരുടെ വളർച്ചയെ തടയുക എന്നത് തന്നെയാണ് ഇത്തരം ഗെയിമുകളിലും ഇത്തരം അജണ്ടകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്.